സത്യത്തെ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ശ്രമിക്കണം. നമ്മുടെ രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ടാണ് പറയുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടുന്ന് വിജയിപ്പിച്ചു വിടണമെന്നുള്ള ഒരു ശുഭഭാവനയുടെ അരവിന്ദാശ്രീപത്രെ ഇരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എങ്കിലും നമ്മൾ പറയുന്നത് ഞാനൊരു മാർക്സിസ്റ്റ് അനുഭാവിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്, പ്രവർത്തിക്കുന്നില്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെ ആളുകളുടെ ഒരു ആവശ്യമായിട്ട് ബ്രഹ്മമാനസിന്റെ രാഷ്ട്രീയമില്ല, പക്ഷെ രാഷ്ട്രമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പരിശോധിച്ചില്ല. ഇന്ന് നമ്മുടെ ഇതിലെ അധ്യക്ഷ വഹിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ദിശാ സിസ്റ്ററിന് ഹാർദമായ സ്വാഗതം. ശോഭാ സുരേന്ദ്രൻ അവർക്ക് ഹാർദമായ സ്വാഗതം. ശ്രീ അരവിന്ദാക്ഷി നമ്മുടെ കൗൺസിലർക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾക്ക് സുമ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലറാണ്, ഓർമ്മയില്ല. സുമ സഹോദരിക്ക് സ്വാഗതം. ഇവിടെ എത്തിയിരിക്കുന്ന പാത്രമാധ്യമങ്ങളുടെ ഞങ്ങളൊക്കെ വിളിച്ചാലും വരില്ല, പക്ഷേ ശോഭാ സുരേന്ദ്രൻ എല്ലാവരും നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അതേപോലെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്ക് സമയത്തിന്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇപ്പോൾ ഈ ശിവരാത്രി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ആധ്യാത്മിക വശം നമ്മുടെ ഹരവുമായിട്ട് നമ്മുടെ ഇന്നത്തെ ശിവജയന്തി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അച്ഛന്റെ ജന്മദിനമാണ്. ശിവൻ പരമാത്മാവ് ഭൂമിയിൽ അവതരിക്കും. തീർച്ചയായിട്ടും ഗീത പറയുന്നുണ്ട്, അജോപി സൻ അമ്മയാത്മാഭൂതാനാമീശ്വരോപി സൻ പ്രകൃതി സ്വാമധിഷ്ഠായ സംഭവ്യാമാത്മമായ. ഞാൻ പ്രകൃതിന്റെ മഹേശ്വരനാണ്, പക്ഷെ ഞാൻ അമ്മയുടെ ഗർഭത്തിൽ പറക്കില്ല. പക്ഷെ ഞാൻ വരും. എന്തിനു വേണ്ടി? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യാത്മാനം. ധർമ്മത്തിന് അതിനാശം സംഭവിക്കുമ്പോൾ, ഈ ലോകം ഇരുട്ടിലേക്ക് കടക്കുമ്പോൾ ഞാനിവിടെ വരും. അതാണ് മഹാശിവരാത്രി. അപ്പൊ ഇന്ന് നമ്മുടെ അച്ഛന്റെ ജന്മദിനമാണ്. അപ്പൊ ആ ജന്മദിനത്തിന്റെ കേക്ക് നമ്മുടെ ആദരണീയ ശോഭാ സുരേന്ദ്രനും അതേപോലെ ദിശാ സിസ്റ്ററും കൂടി ചേർന്നിട്ട് ഇപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതാണ്. അരവിന്ദാക്ഷൻ, സുമ എല്ലാവരും ചേർന്ന് ഓം ശാന്തി. നമുക്ക് ശിവരാത്രിയുടെ ഒരു ചെറിയ ഇത് ലഭിച്ചതിന് ശേഷം നമുക്ക് പദ്ധതി തെളിയിക്കാം. ഇപ്പോൾ ദിശാസിസ് നമുക്ക് ആ ശിവരാത്രിയുടെ പരിചയം സംക്ഷിപ്തമായിട്ട് ഓം ശാന്തി. വേദിയിൽ ഉപവിഷ്ടയായിരിക്കുന്ന ആദരണീയ ശോഭാ സുരേന്ദ്രൻ അവர்கள், ബഹുമാനപ്പെട്ട അരവിന്ദാക്ഷൻ ഭായ്,
ബഹുമാനിയായ സുമ അവർക്ക്, പ്രിയമുള്ള എൻ്റെ ആത്മീയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെല്ലാവരും മഹാശിവരാത്രി ആഘോഷിക്കുകയാണ്. ഭാരതത്തിൽ ഉത്സവങ്ങളുടെയും ഉത്സവമായിട്ട് ശിവരാത്രി ആഘോഷിക്കുന്നു. ഉത്സവങ്ങളുടെ നാടാണ് ഈ ഭാരതഭൂമി. അപ്പോൾ മഹാശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ ഈശ്വരീയ പരിവാരം, നമ്മുടെ ഭഗവാൻ നമ്മുടെ ആത്മീയ അച്ഛനാണ്. കാരണം നമ്മൾ ആരും തന്നെ യഥാർത്ഥത്തിൽ ഈ ശരീരമല്ല. ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന് കർമ്മം ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ്. ഈ ശരീരം നശ്വരമാണ്. എന്നാൽ ഒരു പിടി മണ്ണായി തീരുന്ന, ഒരു പിടി ചാരമായി തീരുന്ന ഈ ശരീരത്തിനുള്ളിൽ അനശ്വരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മജ്യോതിയാണ് നമ്മൾ ഓരോരുത്തരും. ശരീരമാകുന്ന വിളക്കിന്റെ പ്രകാശമാണ് ആത്മാവ്. ശരീരമാകുന്ന ക്ഷേത്രത്തിന്റെ ചൈതന്യമൂർത്തിയാണ് ആത്മാവെന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ആത്മചൈതന്യമാണ്. അങ്ങനെയുള്ള നമ്മൾ ഓരോ ജീവാത്മാവിന്റെയും അച്ഛനാണ് ഈശ്വരൻ. എങ്ങനെ ശരീരത്തിന് ഒരു അച്ഛനുണ്ടോ, അതേപോലെ ആത്മാവിന്റെ അച്ഛനാണ് ഈശ്വരൻ. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ നമ്മുടെ മുന്നിൽ അദൃശ്യനായിരിക്കുമ്പോഴും നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തില് ദുഃഖങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ അതിനെയെല്ലാം നിസ്സാരമായി അതിജീവിക്കാൻ, അനായാസം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സർവശക്തനായ ഭഗവാന്റെ കൂടെ ഒരു ആത്മബന്ധം, ഹൃദയത്തിലെ ആഴത്തിലുള്ള സ്നേഹസംബന്ധം ഈശ്വരനാകുന്ന ആ അച്ഛന്റെ കൂടെ ആവശ്യമാണ്. ഇന്ന് ഭാരത ഭൂമിയിൽ 33 കോടി ദേവതകളെ പൂജിക്കുന്നു. അല്ലെ, ഒരു വലിയ തീർത്ഥസ്ഥാനമാണ് നമ്മുടെ ഭാരതം. വിധിപൂർവം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം. എന്നാൽ മുഴുവൻ മാനവരാശിയുടെയും സസ്യലതാദികളുടെയും പക്ഷിമൃഗാദികളുടെയും 850 കോടി മനുഷ്യരുടെയും 33 കോടി ദേവതകളുടെയും അച്ഛനാണ് ശിവൻ. ആ ശിവഭഗവാനെ ശിവലിംഗത്തിൽ പൂജിക്കുമ്പോൾ, ശിവലിംഗം എന്ന് പറയുന്നത്, ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ശിവൻ പ്രകാശമാണ്, പ്രകാശിക്കുന്ന ജ്യോതിയാണ്. അല്ലെ, ശിവന്റെ സന്താനങ്ങളായ നമ്മൾ ഓരോ ആത്മാക്കളും ആ തമസ് എന്ന് പറയുന്നത് തമസ് അല്ലാത്തത്. നമ്മൾ ഓരോ ആത്മാവും പ്രകാശിക്കുന്ന ജ്യോതിയാണ്. അതേപോലെ നമ്മുടെ നാഥനായിരിക്കുന്ന ഈശ്വരനും പ്രകാശിക്കുന്ന ജ്യോതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാടുന്നത്, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിനും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം, എനിക്കെന്നും എന്റെ ഹൃദയത്തിന്റെ ആശ്രയമായി, എന്റെ സർവസ്വമായി, എന്റെ സംരക്ഷകനായി, സദാ എനിക്ക് സർവപ്രാപ്തികളും നൽകുന്നവനായി. അല്ലെ, ഞാൻ അധീരനാകുമ്പോൾ, അശക്തനാകുമ്പോൾ, അല്ലെ, എന്റെ ശക്തികൾ ചോർന്നു പോകുമ്പോൾ അനന്തമായ ശക്തികൾ എന്നിലേക്ക് പ്രവഹിപ്പിക്കുന്ന, അല്ലെ, എന്നിലെ ശാന്തിയും സമാധാനവും നഷ്ടമാകുമ്പോൾ, സന്തോഷം നഷ്ടമാകുമ്പോൾ ആനന്ദ സാഗരനായ, ശാന്തിയുടെ സാഗരനായ, സ്നേഹത്തിന്റെ സാഗരമായ, സർവസദ്ഗുണങ്ങളുടെ മഹാസമുദ്രമായ ഈശ്വരനോടുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള ആഴത്തിലുള്ള ബന്ധം, അതിനെയാണ് നമ്മൾ ധ്യാനം എന്ന് വിളിക്കുന്നത്. അത്ര സ്നേഹത്തോടെ, അല്ലെ, അതിരറ്റ സ്നേഹത്തോടെ, അല്ലെ, നമ്മുടെ മനസ്സും ബുദ്ധിയും ഈശ്വരനിൽ ഏകാഗ്രമാക്കുമ്പോൾ നമുക്ക് ആ സർവശക്തനിൽ നിന്ന് അനന്തമായ ശക്തികൾ നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി നിറയുന്നു. അതിനാൽ ശിവരാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഭഗവാനോട് വളരെ അനശ്വരമായ, സദാ ഓരോ നിമിഷവും ഭഗവാന്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. നമ്മളെല്ലാ വ്യക്തികളും അപൂർണരാണ്, അല്ലെ, എന്നാൽ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ പരിപൂർണരാണ്. നമുക്ക് അസാധ്യമായി ഒന്നുമില്ല, അസംഭവ്യമായി ഒന്നുമില്ല. പർവ്വതം പോലുള്ള പ്രശ്നങ്ങളെ പഞ്ഞിക്ക് സമാനം നിസ്സാരമാക്കാൻ, മല പോലുള്ള പ്രശ്നങ്ങൾ മഞ്ഞുരുകിപ്പോകുന്ന പോലെ നിസ്സാരമാകാൻ, നമ്മുടെ ജീവിതം സർവപ്രാപ്തികളുടെ സമൃദ്ധിയിൽ നിറയാൻ, നമ്മൾ ജീവിതത്തിൽ ഓരോ ചുവടിലും ആത്മോന്നതിയുടെ ഉയരങ്ങളിലേക്ക്, ആ ഉയരങ്ങളുടെ പടവുകൾ കയറി നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായും ഭഗവത് സാന്നിധ്യം, ഭഗവത് സാമീപ്യം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ഈശ്വരന്റെ മക്കളും ഭഗവാനെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നവരായിരിക്കണം, പ്രാണനിൽ നിന്ന് സ്നേഹിക്കുന്നവരായിരിക്കണം. കാരണം ഭഗവാൻ നമുക്ക് പ്രാണേശ്വരനാണ്, നമ്മുടെ ഹൃദയേശ്വരനാണ്. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനും മറ്റാർക്കും എന്നും നമ്മുടെ കൂടെ വരാൻ പറ്റില്ല. ഒരു പദവിക്ക് നമുക്ക് എന്നും കൂടെ വരാൻ പറ്റില്ല.
അല്ലെ? അപ്പോൾ എന്ന് നമ്മുടെ കൂടെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം, അതിന്റെ നിമിഷം നമ്മുടെ കൂടെ വരുന്ന ആള്, ഓരോ ശ്വാസത്തിന് നമ്മുടെ കൂടെ വരുന്ന ആള് സ്വയം ഈ പ്രപഞ്ച മഹേശ്വരനായിരിക്കുന്ന, പ്രപഞ്ച രചയിതാവായിരിക്കുന്ന, സമസ്ത ചരാചരങ്ങളുടെയും നാഥനായിരിക്കുന്ന സ്വയം ഭഗവാനാണ്. ആ ഭഗവാൻ സർവധർമ്മങ്ങളുടെയും മതങ്ങളുടെയും നാഥൻ തന്നെയാണ്, അല്ലെ? ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ആ ഈശ്വരൻ നമ്മൾ ഓരോ ആത്മാവിനും വളരെ വ്യക്തിപരമായ ബന്ധം ഭഗവാന്റെ കൂടെ ഉണ്ട്. ശിവരാത്രി നാളിൽ നമ്മൾ ഉപവസിക്കുന്നു, അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാന്റെ ഏറ്റവും അരികിൽ വസിക്കുക. നമ്മുടെ മനസ്സ്, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ഹൃദയം എപ്പോഴും ഭഗവാന്റെ സമീപത്തായിരിക്കണം, അല്ലെ? അനന്തമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കുന്ന ആ ഭഗവാന്റെ, അല്ലെ? ഭൂമി, ഈ ആകാശം, ഈ പ്രപഞ്ചം എത്ര അനന്തമാണ്, അതേപോലെ ഈശ്വരന്റെ വ്യക്തിത്വവും അനന്തമാണ്. ആ വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കുന്ന ആ ഭഗവാൻ സമീപത്ത് വസിക്കുക. ഉറക്കമിളക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവിന്റെ നേത്രം നമ്മുടെ തുറക്കണം. മൂന്നാമത്തെ നേത്രമായ അറിവിന്റെ നേത്രം തുറന്നിരിക്കണം. നമ്മൾ അറിവുള്ളവരായിട്ട് കർമ്മം ചെയ്യണം. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവനാണ് അനുഭവിക്കുന്നത്. ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അറിവാണ്, ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തിന്റെ വെളിച്ചം ഭഗവാൻ എന്തിനാണ് നമ്മളിലേക്ക് ചൊരിഞ്ഞു നൽകുന്നത്? കാരണം നമ്മൾ ഒരിക്കലും അവിവേകിയായി കർമ്മം ചെയ്യരുത്, പാപകർമ്മങ്ങൾ ചെയ്യരുത്. അഹങ്കാരത്തിനും അത്യാഗ്രഹത്തിനും, അല്ലെ, ക്രോധത്തിനും എല്ലാം, ദുർഗുണങ്ങൾക്ക്, സ്വാർത്ഥതയ്ക്കും അടിമയായി നമ്മൾ കർമ്മം ചെയ്യരുത്. നമ്മൾ സദ്ഗുണങ്ങളും മൂല്യങ്ങളും നിറഞ്ഞവരായി കർമ്മം ചെയ്യണം. അപ്പോ അങ്ങനെ നമ്മളിൽ സദ്ഗുണങ്ങളും മൂല്യങ്ങളും നിറച്ച് വിവേകപൂർണമായി കർമ്മം ചെയ്യാൻ നമ്മളെ പ്രാപ്തയാക്കി മാറ്റുകയാണ് അറിവിന്റെ സൂര്യനായ, അറിവിന്റെ സാഗരനായ ഈശ്വരൻ. ആ ഭഗവാൻ നമ്മളിലേക്ക് അറിവ് പകർന്നു നൽകുന്നു. അതിനാൽ ശിവരാത്രി എന്ന് പറയുന്നത്, അല്ലെ, നമ്മൾ ആ ശിവരാത്രിയുടെ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്, അല്ലെ? ഞാനതിനെ വളരെ ഷോർട്ടായിട്ട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ശിവരാത്രിയുടെ ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്, ദേവീ ദേവതകൾക്ക് ജരാന്തരം ബാധിച്ച സമയത്ത് എന്താണ്, ഒരു പാലാഴി മദനം ചെയ്യണമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം പാലാഴി മദനം നടക്കുകയാണ്. അപ്പോൾ അസുരന്മാർ ഒരു ഭാഗത്ത്, ദേവതകൾ ഒരു ഭാഗത്ത് മന്ദരപർവ്വതത്തിനെ കടകോലാക്കി വാസുകിയെ കയറാക്കിയിട്ട് എന്താണ് പാലാഴി മദനം ചെയ്യാണ്. ഇതിനു വേണ്ടി, അമൃതിന് വേണ്ടി. പക്ഷെ മദനം തുടങ്ങിയ സമയത്ത് വാസുകിയിൽ നിന്ന് കാളക്കൂട വിഷം വമിക്കുകയാണ്. ഈ കാളക്കൂട വിഷം എന്ന് പറഞ്ഞാൽ മൂർഖമാവിന്റെ വിഷത്തെക്കാളും ഭയങ്കരമാണ്. അതിനെ ഹലാഹലം എന്ന് പറയുന്നത്. ആ വിഷം ഭൂമിയിൽ പതിച്ചാൽ ഭൂമി നരകമാകും, നശിക്കും. അതിനാൽ അത് സ്വയം ഭഗവാന് മാത്രമേ ആ വിഷത്തെ നിർവീര്യമാക്കാനും നിഷ്പ്രഭമാക്കാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ സ്വയം അത് പാനം ചെയ്ത് ഭാര്യനെ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്, അല്ലെ? അതോടൊപ്പം വീണ്ടും ആ പാലാഴി മദനം കണ്ടിന്യൂ ചെയ്തപ്പോഴേക്കും അതിൽ നിന്ന് ഉച്ചൈസ്രവസ്, ചന്ദ്രൻ, കൽപ്പവൃക്ഷം, കാമധേനു, ധന്വന്തരി, ഐരാവതം, അല്ലെ, ലക്ഷ്മി, പിന്നെ അമൃത്, ലാസ്റ്റ് അമൃത് വന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് ആ പാലാഴി മദനം നടക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. അറിവിന്റെ സാഗരനായ ഈശ്വരൻ നമ്മളിലേക്ക് അറിവിന്റെ ആ പ്രകാശം, ജ്ഞാനം പകർന്നു തരുമ്പോൾ ആ അറിവാകുന്ന പാലാഴി, ജ്ഞാനമാകുന്ന പാലാഴിയുടെ മദനം നമ്മുടെ മനസ്സാകുന്ന വാസുകിയും ബുദ്ധിയാകുന്ന മന്ദരപർവ്വതവും ഉപയോഗിച്ച് ഈ ജ്ഞാനത്തെ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ, നിത്യവും ശ്രവിക്കുന്ന ഈ ജ്ഞാനത്തെ നമ്മൾ പാലാഴി മദനം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും ആദ്യം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ജന്മജന്മാന്തരങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ പഞ്ചവികാരങ്ങൾ, കാമക്രോധ ലോഭമോഹ അഹങ്കാരം, മതം, മത്സരാദി, ആലസ്യം, അലസത, ഈ ദുർഗുണങ്ങൾ നമ്മളിൽ നിന്നും പുറത്തേക്ക് വമിക്കുകയാണ്. അത് നമ്മളിൽ നിന്നും പുറത്തേക്ക് വമിച്ചപ്പോൾ, അല്ലെ, അത് മൂർഖമാവിന്റെ വിഷത്തെക്കാളും ഭയങ്കരമാണ്. കാരണം ഇന്ന് ലോകത്തിൽ മനുഷ്യൻ അസുരനെ പോലെ ആയി തീർന്നിരിക്കുന്നതും, ലോകത്തിൽ ദുഃഖവും അശാന്തിയും യാതനകളും വേദനകളും, അല്ലെ, മനുഷ്യ ജീവിതം നരക തുല്യമായി തീർന്നിരിക്കുന്നതും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ ദുർഗുണങ്ങൾ കാരണമാണ്. സംസ്കാരത്തിൽ കടന്നു പോയിരിക്കുന്ന ഈ ദുർഗുണങ്ങളാണ്. ഈ ദുർഗുണങ്ങളാണ് ഏറ്റവും വലിയ കാളക്കൂട വിഷം. ഇത് പുറത്തേക്ക് വമിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാരും ഇത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. സ്വയം ഭഗവാന് മാത്രമേ ഇത് സ്വീകാര്യമാകുള്ളൂ. ഭഗവാൻ അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ജ്ഞാനത്തിന്റെ പാലാഴി മദനം വീണ്ടും തുടരുമ്പോൾ നമ്മളിൽ നിന്ന് ഉച്ചൈസ്രവസ് എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം കേൾക്കാനുള്ള തീവ്രമായ താല്പര്യം, അല്ലെ, സരസ്വതി ദേവിയില് കാണുന്ന ആ വിദ്യ എന്ന് പറയുന്നത് ആത്മീയമായ വിദ്യയാണ്. ഈ ജ്ഞാനം ശ്രമിക്കാനുള്ള തീവ്രമായ താല്പര്യം. പിന്നെ ചന്ദ്രൻ ഉയർന്നു വന്നു. ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആത്മാവും പ്രകാശ സ്വരൂപികളായ, പോയിന്റ് ഓഫ് ലൈറ്റ് ആയ, പ്രകാശിക്കുന്ന ജ്യോതിയായ ആത്മാവിന് പൂർണ്ണതയിലേക്ക് പോകണം, അല്ലെ? അമാവാസിയിലെ ചന്ദ്രനും പൗർണമിയിലെ ചന്ദ്രനും, അല്ലെ, പൂർണ്ണതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്.
അപ്പൊ അതാണ് അവിടെ ചന്ദ്രനെ കാണിച്ചിരിക്കുന്നത്. ചന്ദ്രൻ ശീതളമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും എല്ലാം ശീതളമായിരിക്കണം, ശീതളയോഗ്യായിരിക്കണം. പിന്നെ അടുത്തത് കാണിച്ചിരിക്കുന്നത് കൽപ്പവൃക്ഷം. ശരിക്കും കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് അതായത് പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള, പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമാണ്. കാമധേനു എന്ന് പറഞ്ഞ സ്ഥിതി മറ്റുള്ളവർക്ക് അഭീഷ്ടസിദ്ധി നൽകുവാനുള്ള അത്രയും ഉയർന്ന ഈ ലോകത്തിലെ ക്ഷണികമായ യാതൊരു ഇച്ഛകളും ഇല്ലാത്ത, എന്നാൽ എല്ലാവരുടെയും മനോകാമനകളെ പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ്. അടുത്ത ധന്വന്തരി. ധന്വന്തരി എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യം. ഈ ധ്യാനത്തിലൂടെ മാനസിക ആരോഗ്യവും ഒപ്പം ശരീരത്തിന്റെ ആരോഗ്യവും നമുക്ക് ലഭ്യമാകുന്നു. അടുത്തത് ഐരാവതമാണ്. ആനപ്പട, കുതിരപ്പട, കാലാൾപ്പട. ഈ 3 പടകളിലും മുൻനിരയിൽ ആനപ്പടയാണ്. നമ്മൾ ഓരോരുത്തരും മഹാരഥന്മാരായ രാജാക്കന്മാർ ആനപ്പടയിൽ ഇരുന്നാണ് യുദ്ധം ചെയ്യുന്നത്, ആനയുടെ മേൽ. നമ്മൾ ഓരോരുത്തരും ഒരു ഉന്നതമായ മഹാരഥനായി, മഹാരഥിയായി മാറുന്ന സ്ഥിതിയാണത്, അല്ലെ? അതിന് മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ലക്ഷ്മി, സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ലക്ഷ്മിയായി നമ്മൾ തന്നെ സ്വയം മാറുകയാണ്. സർവ്വ ഐശ്വര്യങ്ങളും നമ്മളിൽ വന്ന് ഭവിക്കുന്നു. അവസാനം അമൃത് വരികയാണ്. അമൃത് എന്ന് പറഞ്ഞാൽ സ്വയം നമ്മൾ ഈ ജ്ഞാനത്തിന്റെ പാലാഴി കടഞ്ഞ് നമ്മൾ അമൃത സ്വരൂപരായ മാറുകയാണ്. അമൃത സ്വരൂപരായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷിമാർ, വേദങ്ങളിൽ ഋഷിമാർ വിളിക്കുന്നത് അമൃതാനന്ദത്തിന്റെ അരുമ കിടാങ്ങളെ എന്നാണ് മാനവരാശി വിളിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും, അല്ലെ, മരണത്തെ ഭയപ്പെടാത്ത, അമരനായ, മരണത്തെ ജയിച്ച ആ അമൃത സ്വരൂപനായ ആത്മാക്കളാകണം. അമരത്വം വീണ്ടെടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ അസുര സ്വഭാവത്തിൽ നിന്നും ഉയർന്ന് മനുഷ്യത്വത്തിലേക്കും പിന്നെ ദേവത്വത്തിലേക്കും ഉയരണം. മനുഷ്യൻ ദേവനായി പരിണമിക്കണം. നരൻ എന്തിനാണ് ആധ്യാത്മികമായ വിദ്യ? നരനെ നാരായണനാക്കാൻ, നാരിയെ ലക്ഷ്മിയാക്കാൻ, മനുഷ്യനെ ദേവനാക്കി മാറ്റുവാനാണ് ആധ്യാത്മികമായ വിദ്യ ഭഗവാൻ നമ്മൾക്ക് പകർന്നു തരുന്നത്. ദിവസവും നമ്മൾ ആധ്യാത്മികമായ വിദ്യ പഠിക്കുന്നത് മനുഷ്യനിൽ നിന്ന് ദേവനായി പരിണമിക്കാനാണ്, അല്ലെ? ഭഗവാൻ ആ ഒരു ഉയർന്ന ജ്ഞാനം നമ്മൾ കുട്ടികൾക്ക് നൽകുകയാണ്. എന്നിട്ട് സത്യയുഗമാകുന്ന പ്രഭാതത്തെ വരവേൽക്കുകയാണ്. നാളെ വരാൻ പോകുന്ന സ്വർഗഭൂമിയിൽ, സത്യയുഗം ത്രൈതായുഗം, ഈ സ്വർഗഭൂമിയിൽ സനാതന ധർമ്മം, ആദിസനാതന ദേവി ദേവതാ ധർമ്മം, സനാതന ധർമ്മത്തിന്റെ മക്കൾ ദേവതകളാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തരുടെയും പൂർവികർ ദേവതകളാണ്. പക്ഷെ ആ ദേവതയുടെ വ്യക്തിത്വം നമ്മൾ ഓരോരുത്തരിലും ഉണ്ട്, അല്ലെ? ഈശ്വരനുമായുള്ള ബന്ധത്തിലൂടെ സ്വയം ദേവതയായി പരിണമിക്കാൻ നമുക്ക് സാധ്യമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു. ഓം ശാന്തി. കൃഷ്ണ പറഞ്ഞ പോലെ നമ്മളെല്ലാം ദേവതകളെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ദേവതാപ്പെട്ടവരാണ്. ദേവതകളിൽ നിന്നാണ് ദ്വാപരം കൊണ്ട് ഹിന്ദു, സിന്ധു എന്നൊക്കെ കയ്യിൽ ജീവിച്ച് നമ്മൾ വന്നത്. ഇപ്പൊ നമ്മൾ അസുരന്മാരാണ്. ഈ നമ്മള് ലോകത്ത് വ്യാസവർഷം ഹിംസ, വ്യഭിചാരം, ചൂടുകളി, മദ്യപാനം, ധനാസക്തി, ഈ 5 വർദ്ധിച്ച ലോകം വീട്ടിലേക്ക്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ദൈവമാര് ചോദിക്കാനും പറയാനില്ലേ? ഗീത 16-ാം അധ്യായം 16-ാം ശ്ലോകത്തിൽ പറയുന്നത് ചോദിച്ച് കാണിച്ചു തരാം. അനേക ചിത്ത വിഭ്രാന്ത പ്രസക്ത കാമഭോഗേഷു മോഹജാല സമാവൃതാഹ പതന്തേ നരകേ ശുചവും. ഈ മനുഷ്യന്റെ പോക്ക് ശുചിത്വമില്ലാത്ത വൃത്തികെട്ട നരകത്തിലേക്കായിരിക്കും ഞാൻ താക്കീത് നൽകാനാവില്ലെന്ന് പറഞ്ഞു. എല്ലാ മതങ്ങളും ഒരേപോലെ പറഞ്ഞിരിക്കുന്നത് താക്കീത. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിന്റെ വൃത്തികെട്ട പോക്കിലേക്ക് നമ്മൾ പോകരുത്. ഗീത പറഞ്ഞ കർമ്മം ചെയ്യാതിരിക്കാൻ മനുഷ്യന് പറ്റില്ല. പക്ഷെ യോഗ കർമ്മ ആവശ്യമാണ്. നിന്റെ കർമ്മത്തിൽ നീ എന്റെ ഓർമ്മയിൽ നീ ചെയ്തുകൊള്ളുക. അതാണ് ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന കർമ്മയോഗം. അത് വിശദമാക്കി തന്ന ദിശാസ്വിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഭദ്രദീപത്തിലേക്കാണ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആദരണീയ ശോഭ സുരേന്ദ്രൻ അവர்கள் അതിനുവേണ്ടി സാധനം ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളും പദത്തിൽ ദീപത്തിൽ sisters Venus
ഓം ശാന്തി. നമുക്കിപ്പോൾ ശോഭാസുരയുടെ നോവലിൽ നമുക്ക് ആലപ്പുഴയ്ക്ക് നെയ്യാനുള്ള ചില സ്വപ്നങ്ങൾ എന്താണ് എന്നുള്ളത്, അതേപോലെ തന്നെ ഈശ്വരകാര്യത്തിലും അഗാധമായ അറിവുണ്ട്. നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ശോഭാസുരേന്ദ്രൻ നമ്മളോട് സംസാരിക്കും. വേദിയിലുള്ള നമ്മളെല്ലാവരുടെയും ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ ഒക്കെ നമ്മൾ നയിക്കുന്ന, നമുക്ക് ബ്രഹ്മകുമാരീസിന് ആത്മജ്ഞാനം പകർന്നു നൽകുന്ന, നേരത്തെ നമുക്ക് പ്രഭാഷണത്തിലൂടെ അനവധി കാര്യങ്ങൾ പറഞ്ഞു തന്ന, എനിക്കും അമ്മ എന്ന് വിളിക്കാനാണ് ഇഷ്ടം, അമ്മ മിസ്റ്റർ അലക്ഷൻ, എൻ്റെ തന്നെ സഹപ്രവർത്തകയായിട്ടുള്ള വാർഡിൻ്റെ കൗൺസിലർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ സത്യത്തിൽ ബ്രഹ്മകുമാരീസിന്റെ കുറേ ഇതുപോലെയുള്ള അമ്മമാരുമായിട്ട് എനിക്ക് മാനസികമായിട്ടുള്ള അടുപ്പമൊക്കെ ഉണ്ട്. പക്ഷെ ബ്രഹ്മകുമാരീസിന്റെ പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് ഒരു വ്യക്തി എങ്ങനെ ശാന്തസ്വരൂപിണിയായി മാറണം എന്നതിനെ കുറിച്ചാണോ ഏറെ പഠിപ്പിക്കുന്നത് എന്നെനിക്ക് ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ പാലക്കാടിലെ സിസ്റ്ററോട് പറയും, ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മകുമാരീസിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രതികരിക്കാനുള്ള ഈ ശേഷിയുള്ളവർ, കാരണം അത്രയധികം സമൂഹം മലീമസമായിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ ശക്തമായിട്ട് തുറന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ കുറെ പേർ അങ്ങനെ വേണ്ടേ എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൃദയത്തിൽ ബ്രഹ്മകുമാരീസ് ഉണ്ടെങ്കിലും പ്രവർത്തനത്തിലൂടെ, കാരണം അത്ര മനോഹരമായിട്ടും ശാന്തമായിട്ടും മോദിജി പങ്കെടുത്ത ഒരു പരിപാടിയിലെ ഒരു അമ്മയുടെ പ്രഭാഷണം നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരു എന്താ പറയാ, നമ്മൾ മെഡിറ്റേഷൻ ഹാളിനകത്ത് ഇരിക്കുന്ന സമയത്തുള്ള ഒരു ശുദ്ധത, അല്ലെങ്കിൽ ഒരു ലാവണ്യം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്ക്, ഇതൊക്കെയാണ് ആ പ്രഭാഷണത്തിലൂടെ വരുന്നത്. ഞാനൊക്കെ മൈക്കെടുത്ത് കഴിഞ്ഞാൽ, കാരണം എനിക്ക് പറയാനുള്ളത് പച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ശാന്തിയോട് കൂടിയിട്ട് ഷഡനോട് ഷാഠ്യം എന്നാണ്. കാരണം ഷഡനായിട്ടേ ഞാൻ പ്രവർത്തിക്കൂ എന്ന് തീരുമാനമെടുത്ത ആളുകളോട് എനിക്ക് കുറച്ച് ഷഡ്യം കൂടുതലുള്ള ഒരാളായതുകൊണ്ട് ഇത്ര ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ എന്നെ അത്ര വലിയൊരു സാന്നിധ്യമൊന്നും കാണുന്നില്ലെങ്കിലും എനിക്ക് വളരെ വളരെ സ്നേഹവും ആദരവും ഒക്കെ ഈ മഹാപ്രസ്ഥാനത്തോടുണ്ട്. കാരണം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, കാളകൂട വിഷം എന്ന് പറയുന്നത് തന്നെ ആ സമൂഹത്തിനെ മലീമസമാക്കിയിട്ടുള്ള ഒരു വലിയ ആവശ്യമില്ലാത്ത ഒരു പ്രതീകത്തിന്റെ പ്രതിധ്വനിയാണ്. ആ പ്രതീകത്തിന്റെ പ്രതിധ്വനി മുമ്പ് കൃഷ്ണനും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് കാളിന്തി നദിയിലെ കാളിയനായിട്ടാണ്. മഹാശിവരാത്രിയില് നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഈ പാലാഴി മദനത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ അഹങ്കാരത്തിന്റെ ദർഭവുമായിട്ട് നിൽക്കുന്ന ബാലഗോപാലന്മാരെ ഉപദ്രവിക്കുന്ന, ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഞാൻ നല്ല വെള്ളം കുടിക്കില്ല എന്ന് ഷഡ്യമുള്ള കാളിയന്റെ ദർഭത്തെ കുഞ്ഞിക്കാലടികൾ വെച്ചുകൊണ്ട് അവിടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അടിച്ചമർത്തുകയാണ്. ഇന്ന് നമ്മൾ സമൂഹത്തെ നോക്കിക്കാണുന്ന സമയത്ത് സമൂഹത്തിനകത്ത് എല്ലാ സംഘടനകൾക്കകത്തും നല്ല ആളുകളുണ്ട്. എല്ലാ സംഘടനകൾക്കകത്തും ആ നല്ല ആളുകളുടെ എണ്ണം വർദ്ധിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഇപ്പൊ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, യദി തും ഭഗവാൻ കാ ധ്യാൻ കരോഗേ തോ വോ തുമാരാ ധ്യാൻ രഖേഗ. എപ്പോഴാണോ ഈശ്വരനെ കുറിച്ചുള്ള അതീവ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള നമ്മള് സ്മരണയുണ്ടാകുന്നത്, ആ സ്മരണ നമ്മളിൽ തന്നെ ഒഴുകി വരും എന്നുള്ള അർത്ഥത്തില് ഇവിടെ ഒരു പ്രതിധ്വനി സ്വരമായിട്ട് ഒരു വാക്ക്, ഒരു സെന്റൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, ഹർഷിത് മുഖദാനി ചെഹറാക്ക സച്ച സൗന്ദര്യ. മുഖത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ചിരിക്കലാണ്, പുഞ്ചിരിക്കലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മകുമാരീസിന്റെ അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാർ എല്ലാവരും ആ പുഞ്ചിരിയോട് കൂടിയിട്ട് ആളുകളെ വരവേറ്റ് സ്വീകരിച്ച് നമ്മുടെ മനസ്സിനകത്തുള്ള, നമ്മുടെ പ്രവൃത്തിക്കകത്തുള്ള മാലിന്യത്തെ
കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഈ സംഘടന ഈ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്നത്, അല്ലെ? കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഈശ്വരീയമായിട്ടുള്ള ചൈതന്യമുണ്ടെന്നും ആ ചൈതന്യം തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന ആളിന്റെ ഉള്ളിലുള്ള ചൈതന്യമെന്നുമാണ് നമ്മുടെ പരമ്പൊരുൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ശിവരാത്രിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എപ്പോഴും ദേവനോട്, ശിവനോട്, ഭാര്യയായിട്ടുള്ള പാർവതി ദേവി സംശയങ്ങൾ ചോദിക്കും. ആ ഭക്തൻ ചെയ്തത് ശരിയായോ? ഈ ഭക്തൻ ചെയ്തത് ശരിയായോ? എന്താണ് ആ ഭക്തനോട് കൃഷ്ണൻ ഇങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചത് പ്രഭു എന്ന് ചോദിക്കുന്ന നിരവധി രംഗങ്ങള് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മൾ കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ പാർവതി ദേവിയുടെ മനസ്സിലുള്ളതിനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അല്ല, എന്റെ ആ ഭക്തൻ അത് ഒരുപക്ഷെ നമ്മുടെ വളരെ പരമവാനായിട്ടുള്ള ഒരു വ്യക്തി ആനയുടെ രൂപത്തിൽ മാറേണ്ടി വരുന്നതും, അല്ലെ, ഋഷിയുടെ കയ്യിൽ നിന്ന് പൂമാല സ്വീകരിച്ചപ്പോ ആ പൂമാലയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യം. ഞാൻ ആ ചരിത്രത്തിന്റെ കഥകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അറിവുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സമൂഹത്തെ ഏറെ മാറ്റിമറിക്കേണ്ടതുണ്ട്, സമൂഹം മാറേണ്ടതുണ്ട്. നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ടായിട്ടും ഇവിടെ വിവിധങ്ങളായിട്ടുള്ള മതവിശ്വാസങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് ശാന്തിയും സമാധാനവും ഉണ്ടാകാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ വിളക്കിന്റെ അപര്യാപ്തതയാണ്. ഈ വിളക്ക് എന്ന് പറയുന്നത് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നുള്ളതാണ്. അതായത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നേരത്തെ അമ്മ പറഞ്ഞതുപോലെ ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ വെളിച്ചത്തെ സന്നിവേശിപ്പിക്കുന്നവൻ ആരാണോ അദ്ദേഹമാണ് ഗുരു എന്ന് പറയുകയാണ്. ഇത് നമുക്ക് പണ്ടുണ്ടായിരുന്നു. ആൾത്തറ മുറ്റങ്ങൾ ഉണ്ടായിരുന്നു, സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, മുതിർന്ന ആളുകൾ വീടിനകത്തുള്ള കുട്ടികൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു, വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറിയിട്ട് ഒരു അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് വന്നപ്പോൾ സമയത്തിന്റെ കുറവുകൊണ്ട് ജോലി സാധ്യതകൾ തേടിക്കൊണ്ട് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ വീടിനകത്ത് നിർത്തി പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ ഗുരുവായി വർത്തിക്കേണ്ടതാണ് ക്ലാസ് മുറികളിലെ ടീച്ചറും അല്ലെങ്കിൽ അധ്യാപകനും അധ്യാപികയുമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവർക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകാതെ വരുന്ന സമയത്ത് ഈ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും അവരുടെ മനസ്സിനെയും സ്വാധീനിക്കുമെന്നുള്ളതാണ്. അപ്പോ ചില കുട്ടികളൊക്കെ തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ നല്ല ഫാമിലി, നല്ല കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങനെ പോകുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 10-30 വർഷത്തെ പൊതുപ്രവർത്തനത്തിനിടയിൽ രാഷ്ട്രീയത്തിന് അതീതമായി പല വീടുകളിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കാണാനും കേൾക്കാനും അവസരം വന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അമ്മയെ ബഹുമാനിക്കണം, അച്ഛനെ ബഹുമാനിക്കണം. കാരണം നമ്മൾ പറഞ്ഞിട്ടില്ലേ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. പിന്നീട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നമ്മുടെ ഭാരതത്തില് അദ്ദേഹം ചിക്കാഗോയിൽ പോയിട്ട് സർവസ്വം അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ ഭാരതത്തിലെ പാവപ്പെട്ടവരെ കുറിച്ച് ആലോചിക്കുകയാണ്. എനിക്ക് പളവളപ്പുള്ള പട്ടുമത്തയും എനിക്ക് നല്ല ഭക്ഷണവും എനിക്ക് നല്ല പല മൂലാദികളും ഒക്കെ തന്നെങ്കിലും എന്റെ ഭാരതത്തിനകത്ത് ഉറങ്ങിക്കിടക്കുന്നവർ അവരെ ഒരു ചെളിക്കുണ്ടിൽ ജീവിക്കുന്നത് പോലെ പാവങ്ങൾ കഴിയുകയാണ്. ഞാൻ അവരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എന്നാണ് എന്റെ അമ്മ ഭാരതാംബ ശക്തിശാലിനിയായിട്ട് മാറുന്നത് ലോകത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനാണ്. ആ സ്വാമി വിവേകാനന്ദന്റെ പുഞ്ചിരി കണ്ട് അദ്ദേഹത്തോടൊപ്പം സർവസ്വവും സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് വന്ന നിവേദിത സിസ്റ്ററെ കുറിച്ച് നമ്മളെല്ലാവരും സ്മരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ പൂർവ്വസൂരിയായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ അവിടെ ഒരു വാക്ക് കൂടി എഴുതി ചേർക്കാൻ പറഞ്ഞു, മൂർഖദേവോ ഭവ. അറിവില്ലാത്തവനെ കൂടി ദൈവമായിട്ട് പരിഗണിക്കണം, ദേവതയായിട്ട് പരിഗണിക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. അപ്പൊ അറിവില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവരെ ദേവതാ സങ്കല്പത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ആചാര്യ ശ്രേഷ്ഠന്മാരെ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവർക്കിടയിലേക്ക് ആശ്രമങ്ങൾ വിട്ടുകൊണ്ട് സന്യാസി ശ്രേഷ്ഠന്മാർ ഇറങ്ങി പുറപ്പെടണം എന്ന് പലരും നമ്മെ ഉദ്ബോധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ബ്രഹ്മകുമാരീസിൽ എത്രയോ അമ്മമാർ അല്ലെങ്കിൽ എത്രയോ ചേച്ചിമാർ, ഈ അമ്മ എന്ന് വിളിക്കുന്നത് എല്ലാ രൂപങ്ങളും മാറാനും മറിയാനും ഒക്കെ സാധിക്കുന്നതാണ് ഒരമ്മയുടെ പ്രൗഢി എന്ന് പറയുന്നത്. ഒരു കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, ത്യാഗം ചെയ്യുന്നത് അമ്മമാരാണ്, സഹോദരിമാരാണ്, പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇന്നത്തെ ശിവരാത്രി ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ശിവന്റെ ശക്തി, പ്രകൃതി, ആ പ്രകൃതി ശക്തി പാർവതി ദേവി
അവര് കൂടി, അതല്ലേ ഞാനൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്താണ്. അപ്പൊ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ പുരുഷന്മാർ മാത്രം മതിയോ? പോരാ, ധാരാളം സ്ത്രീകൾ ഉണ്ടാകുന്നു. ധാരാളം സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പക്ഷിയെ പോലെയാണെങ്കിൽ പക്ഷിയുടെ 2 ചിറകുകൾക്കും ശക്തി ഉണ്ടാകണമെന്ന് ബ്രഹ്മകുമാരീസിന്റെ ഒരു അമ്മയുടെ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ മുൻപ് എവിടെയോ കേട്ടതായിട്ട് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ നമുക്ക് അത്തരത്തിൽ ശക്തി സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കെല്ലാം ഊർജ്ജദായിനികളായിട്ടാണ് ബ്രഹ്മകുമാരീസിന്റെ അമ്മമാർ, സഹോദരന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധാരാളം കേന്ദ്രങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകട്ടെ. ആശ്രയമില്ലാത്ത ആളുകളെ സഹായിക്കാൻ സാധിക്കട്ടെ എന്നും ആശ്രയമില്ലാത്തവർ എണ്ണം കുറയട്ടെ സമൂഹത്തിൽ എന്നും പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുമില്ലാത്തവരും, വേദനിക്കുന്നവരും, മക്കൾ ഉപേക്ഷിച്ചവരും, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറയട്ടെ നമ്മുടെ നാട്ടിൽ. അങ്ങനെ കുറയുന്ന സമയത്ത് ബ്രഹ്മകുമാരീസിലെ അമ്മമാരുടെ പണി അല്ലെങ്കിൽ അവരുടെ ജോലി, ആ ജോലിയുടെ കാഠിന്യം അത് കുറഞ്ഞു കിട്ടും. അങ്ങനെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്ന സമൂഹം സുരഭിലമാകുന്ന, സുന്ദരമാകുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ നാടിനെ മാറ്റാനായിട്ട് ഈ ബ്രഹ്മകുമാരീസിന്റെ പ്രവർത്തനത്തിന് സാധിക്കട്ടെ എന്ന്. ഇന്നത്തെ ദിവസം വനിതാ ദിനം കൂടിയാണ്. അപ്പൊ വനിതാ ദിനം കേരളം ചർച്ച ചെയ്യുമ്പോൾ, രാജ്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിനത്തെ കുറിച്ചൊന്നും നമ്മുടെ പൂർവ്വസൂരികൾ പഠിപ്പിച്ചിട്ടില്ല. എന്താണ്? നമ്മള് രാഷ്ട്രത്തെ തന്നെ അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്, സ്ത്രീ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ജനനി, ജന്മഭൂമി, സ്വർഗാദപി ഗരീയസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാജ്യത്തെ തന്നെ, ഈ ഭൂഖണ്ഡത്തെ തന്നെ അമ്മയായി, സ്ത്രീയായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ഒരു ദിനം നമുക്ക് അങ്ങനെയില്ല. അച്ഛനെ ഓർക്കാൻ ഒരു ദിനം, അമ്മയെ ഓർക്കാൻ ഒരു ദിനം, കാമുകനെ ഓർക്കാൻ ഒരു ദിനം, അല്ലെ ലവേഴ്സ് ഡേ, അങ്ങനെ പല വാലന്റൈൻസ് ഡേ, പല ദിവസങ്ങളുമാണ് ഇപ്പോ. അങ്ങനെ ഒരു ദിനമൊന്നുമില്ല. നമുക്ക് എല്ലാ ദിവസവും അമ്മമാരുടെ ദിനമാണ്, നമുക്ക് എല്ലാ ദിവസവും അച്ഛന്മാരുടെ ദിനമാണ്, നമുക്ക് എല്ലാ ദിവസവും രാഷ്ട്രത്തിന്റെ ദിനമാണ്. എന്നിരുന്നാലും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മാർച്ച് 8 എന്ന് പറയുന്ന സമയത്ത് വനിതാ ദിനമായിട്ടാണ് എല്ലാവരും ഓർക്കുന്നത്. അപ്പൊ ഞാനൊരു BJP കാരി ആയതുകൊണ്ട് വനിതാ ദിനത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്ന് ചാനലിനോട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്ത്രീ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകണം. എന്താ കാര്യം? നമ്മുടെ വീട്ടില് അച്ഛന് മകളെ ഇഷ്ടമാണ്, അല്ലെ, സഹോദരന് സഹോദരിയെ ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ കുറെ സ്ത്രീകളുടെ മുഖങ്ങൾ കണ്ടാൽ എന്താ കുഴപ്പം? കുറെ ആളുകൾ ഉണ്ടാകട്ടെ പ്രവർത്തിക്കാൻ. അപ്പൊ തുല്യ ശക്തിയായിട്ട് സ്ത്രീയും പുരുഷനും വരുന്ന ഒരു നാളിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ മഹാശിവരാത്രി നാളില് ഞാൻ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു നാളെ ഉണ്ടാകട്ടെ എന്നും അതിന് നമ്മുടെ അമ്മ ഉൾപ്പെടെയുള്ളവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായാൽ ഞാൻ മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പെൺകുട്ടികൾ, ഭാവി തലമുറയിൽപ്പെട്ടവർ അവരങ്ങനെ ഇപ്പൊ ലോകത്ത് തന്നെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ അങ്ങനെയുള്ള യൂറോപ്യൻ നാടുകളിൽ ചർച്ച ചെയ്യുമ്പോൾ 10 വർഷം കൊണ്ട് വളരെ പെട്ടെന്ന് സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അത് പഠിച്ചു പരിശോധിച്ചിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് നമുക്കും വലിയൊരു മൂവ്മെന്റ്. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ പദ്ധതികളുടെ തുടക്കം തന്നെ എന്തായിരുന്നു? സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെയാണ്. ആ സ്വച്ഛ് ഭാരത് പദ്ധതി രാഷ്ട്രീയ പദ്ധതിയല്ല. അമ്മമാരും പെൺകുട്ടികളും ഒക്കെ സ്വന്തം കൃത്യനിർവഹണത്തിന്, അതായത് പ്രഭാത കൃത്യനിർവഹണത്തിന് ഒരു കക്കൂസും കുളിമുറിയും ഇല്ലാതെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. എന്റെ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കലാണ് എന്റെ ഒന്നാമത്തെ പണി, അമ്പലം കെട്ടലല്ല എന്ന് മോദിജി പറഞ്ഞു. 10 വർഷം അതിനുവേണ്ടി നിരന്തരം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അവർ പ്രവർത്തിക്കുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിൽ സ്ത്രീക്കും അർഹമായിട്ടുള്ള സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ 28ഓളം സ്ത്രീകൾ ആദ്യത്തെ ലിസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. ഇവിടെ രാഷ്ട്രീയമൊന്നും പറയാൻ പാടില്ലാത്ത ഒരു രീതിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത് 10-30 വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ ഒരു പ്രവർത്തിച്ചു എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ട്. ഒരാളെ കണ്ട് അയാൾ കൈ പിടിക്കുമ്പോൾ ഒരു ഷേക്ക് തരുന്ന സമയത്ത് ഇത് ഏത് വോട്ടാണ് എന്ന് പോലും മനസ്സിൽ എനിക്കിങ്ങനെ ഒരു റിഫ്ലക്ഷൻ വരും. അപ്പോൾ ഞാൻ എന്റെ കൂടെ നടക്കുന്ന ആളോട് ചോദിക്കും, ഇതൊരു സഖാവാണല്ലോ എന്ന് പറയും. നന്നായി ചിരിക്കുന്നുണ്ട്, ആലോചിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കൈപിടുത്തത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതൊരു സഖാവിന്റെ വോട്ടാണോ, ഇതൊരു കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് കൊടുത്ത ആളുടെയാണോ കൈ, ഇത് സ്വയംസേവകന്റെയാണോ, BJP-കാരന്റെയാണോ. കാരണം എന്താണ്? ഞാൻ 9ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. 6 തെരഞ്ഞെടുപ്പ് അസംബ്ലിയിലുണ്ടായി. ഇത് 3ാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഏത് നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയാലും നമുക്ക് നമ്മുടെ ആ മുൻപ് എത്രയാണോ വോട്ട് അവിടെ ഉള്ളത് അത് ഇരട്ടിയിലധികം 2 ഇരട്ടിയിലധികം കിട്ടിയിട്ടുള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുക. ആ വ്യക്തികളോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്.
എനിക്ക് വോട്ട് തന്നു, അങ്ങനെ സ്നേഹിച്ചു, അവരെയെല്ലാം സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഉണ്ട്. അപ്പോ നമ്മുടെ ചാനലുകാരൻ ചോദിക്കുകയുണ്ടായി, ശോഭ സുരേന്ദ്രൻ നിങ്ങൾ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളൊരു കുടുംബാന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾക്ക് ജനാധിപത്യമുണ്ട്. അവിടെ ഞങ്ങൾക്ക് അച്ഛന് തുല്യമായിട്ട് കാണുന്ന ഓ രാജഗോപാലിനെ പോലെയുള്ള ആളുകളുണ്ട്. ഞങ്ങളൊക്കെ കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങളിൽ തർക്കിക്കും, ചില കാര്യങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വാശി പിടിക്കും, അതൊക്കെ ഉണ്ടാകും. പക്ഷേ സംഘടനാ മെഷീനറിയിൽ അത് ഞങ്ങൾ യഥാർത്ഥത്തിൽ തന്നെ, അല്ലെങ്കിൽ നിരന്തരം ഒരേ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ച് ഞാൻ 13 വയസ്സിൽ തുടങ്ങിയ ആളാണ് ബാലഗോകുലത്തിലൂടെ. അവിടെ ഞങ്ങൾക്ക് എന്തായിരുന്നു, അത് ഒരു ഈശ്വരീയ പ്രസ്ഥാനമായിരുന്നു. കുട്ടികളെ സമൂഹത്തിലേക്ക് നന്മ ചെയ്യാൻ പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിലെ എല്ലാ ഞായറാഴ്ചയും വീട്ടിലടക്കം, നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാട്ടില് ബാലഗോകുലം ഉണ്ടാകുമ്പോൾ ഞായറാഴ്ച ബാലഗോകുലത്തിൽ പോകണം. അപ്പൊ ബാലഗോകുലത്തിൽ എന്താ പഠിപ്പിക്കുന്നത്, ഒരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടാവും. അവിടെ ഞങ്ങളുടെ നാട്ടില് ഒരു വലിയ പൈസയുള്ള ഒരാളുടെ വീട്ടിൽ മാത്രമാണ് ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നത്. ആ കൃഷ്ണ വിഗ്രഹം ചോദിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ ചോദിച്ചാൽ മാത്രമാണ് അവൾക്ക് അച്ഛൻ ആ കൃഷ്ണ വിഗ്രഹം തരിക. ആ കൃഷ്ണ വിഗ്രഹം വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ വീട്ടിലെ തുളസി പൂവൊക്കെ ഒരു മാല ചെറുത് കെട്ടിയിട്ട് മാല കെട്ടലും കൃഷ്ണ വിഗ്രഹം സംഘടിപ്പിക്കലും എന്റെ പണിയായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് കരുണാ മുരളീധാര മനസ്സിൽ നിറയ്ക്കുക കണ്ണ ഗോകുലമണിയും മണിയും നീയെ ഗോപികാകൃതി നിലവും നീയെ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് ഞായറാഴ്ച ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ വീടിനടുത്തുള്ള അവിടെയൊക്കെ ആ സമയത്തൊക്കെ ധാരാളം എന്താ പറയാ സഖാക്കന്മാർ, അത് നമ്മുടെ വീടിനടുത്തൊക്കെ ആളുകളുണ്ട്. അപ്പൊ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ എന്നോട് പറയും, നീ ഇത്ര നാവില് ഇങ്ങനെ ഈ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ക്ലാസ്സിന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരെ തോൽപ്പിച്ചിരുന്നത് നാവുകളിൽ ചൊല്ലിയിട്ടാണ്. ഞാൻ ആ ചേട്ടനോട് പറയും, ഒരു നാവുകളിൽ ചൊല്ലാൻ പറ്റുമോ, നിങ്ങൾ വലിയ സഖാവല്ലേ? അപ്പൊ അവര് പറയും, ശരി നാവുകളിൽ ചൊല്ലി തരും, സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ ഞാൻ പറയും, കിഴിയൂരുള്ളി വാലുള്ളിയിൽ ഒരു ചോറുള്ള. ചേട്ടനൊന്ന് പറഞ്ഞേ, ഒരിക്കലും സുധാകരൻ എന്റെ മുന്നിൽ ജയിക്കാൻ പറ്റില്ല. അപ്പോ അവസാനം പറയും, ഞാൻ തോറ്റു. നാവുകളിൽ പറയാനില്ല. പിന്നെ ഞാൻ പറയും, അലറലാണ് ആലയിൽ കാലികൾ, ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോ എന്നോട് പറയും, ഞാൻ ഈ ബാലഗോകുലത്തെ കുറിച്ച് സംസാരിക്കാൻ നീ നിന്റെ വഴിക്ക് പോക്കോ എന്ന് പറഞ്ഞില്ല. അങ്ങനെയുള്ള ആളുകൾ, കാരണം അന്ന് ഞാൻ കുട്ടിയാണ്. അപ്പൊ എനിക്ക് എന്റെ പ്രസ്ഥാനം ഇതാന്ന് പറയുന്നത്, എനിക്ക് ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവൊന്നുമില്ല, ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ 13 വയസ്സ് മുതൽ പൊതുമണ്ഡലത്തിലേക്ക് വരാനും ഒരുപാട് ആളുകളെ കാണാനും ഒക്കെ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്റെ അമ്മ സ്കൂൾ ക്ലാസ് മുറി എന്താണ് എന്ന് എന്റെ അമ്മ കണ്ടിട്ടില്ല. എന്റെ അമ്മയ്ക്ക് അറിവോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടുള്ള അറിവില്ല. പക്ഷെ അമ്മ എപ്പോഴും പറയും, അമ്മ പറഞ്ഞ കഥയാണ്, അമ്മയ്ക്ക് അറിവ് പറഞ്ഞു കൊടുത്ത കഥയാണ്. ഷിബി ചക്രവർത്തി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ എന്റെ കൂടെയുള്ള ആളുകൾ പറയും, ഈ ഷിബി ചക്രവർത്തിയുടെ കഥയൊന്നും നിർത്താനായില്ല. അപ്പൊ ഷിബി ചക്രവർത്തിയുടെ കഥ ഉള്ളിൽ കിടക്കുകയാണ്. അമ്മയും ടീച്ചറും ആ കഥ തന്നെയാണ് പറഞ്ഞത്. ഒരു പ്രാവ്, ആ പ്രാവിന്റെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചക്രവർത്തിയുടെ ത്യാഗം. ചക്രവർത്തി പറയുകയാണ്, പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് സേനാധിപതി കടന്നു വരൂ, എന്നിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ആ പ്രാവിന്റെ തൂക്കം നിങ്ങൾ മുറിച്ചെടുത്തോളൂ. കാരണം എന്താ, പ്രാവിനെ കഴുകൻ വേട്ടയാടി പിടിച്ചുകൊണ്ട് പ്രാവ് ശിബി ചക്രവർത്തിയോട് അഭയം ചോദിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ശിബി ചക്രവർത്തി പറയുകയാണ്, ഞാൻ നിന്നെ രക്ഷിക്കാം. കഴുകുമെന്ന് പറയുകയാണ്, നിങ്ങൾ തെറ്റല്ലേ ചെയ്യുന്നത് ചക്രവർത്തി, എന്റെ ഇരയാണ് ഈ പ്രാവ്. അപ്പൊ ചക്രവർത്തി പറയുകയാണ്, പ്രാവിന് വിടണം, പകരം ഞാൻ എന്ത് ചെയ്യണം? അപ്പോ പ്രാവിന് വിടണമെങ്കിൽ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പ്രാവിന്റെ തൂക്കത്തോളം എനിക്ക് ഇറച്ചി തരണം എന്ന് പറഞ്ഞ സമയത്ത് വാക്ക് പാലിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്ന ശിബി ചക്രവർത്തി വാക്ക് പാലിക്കാനായിട്ട് തന്റെ ശരീരത്തിലെ മാംസത്തെ മുറിച്ചെടുക്കാൻ അനുവദിച്ചുകൊണ്ട് സേനാധിപനോട് വാളുമായിട്ട് വരാൻ പറയുന്നതും, ശരീരം മുറിക്കുമ്പോൾ അവിടെ ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാകും എന്ന് പറയുന്ന കഥ കഴിഞ്ഞിട്ട് എന്റെ അമ്മയും സരോജിനി ടീച്ചറും എന്നോട് പറഞ്ഞു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സരോജിനി ടീച്ചർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആയിരിക്കണം നല്ല ആളുകൾ. അപ്പൊ ആ കഥ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു അറിവുകളിലൂടെ ഈ സമൂഹത്തിലേക്ക്, അമ്മ പറഞ്ഞതുപോലെയാണ്, ഞാനൊക്കെ പൂർണ്ണതയുള്ള ഒരാളല്ല, പൂർണ്ണതയിലേക്ക് എത്താനുള്ള പരിശ്രമമാണ്. അപ്പൊ എനിക്ക് പേടിയാണ്. ഞാൻ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിതഗ്നിമുണ്ട സംഭൂത, ദേവകാര്യ സമുദ്യത, ഉദ്യഭാനുസഹസ്രാഭ, ചതുർബാഹു സമന്വത എന്നുള്ള ലളിതാ സഹസ്രനാമ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മള് വളരെ ശാന്തയായി മാറിയാൽ എന്താകും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഒരു സ്വാമിജി പറഞ്ഞത്, അതൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്, ശാസ്ത്രവീര്യത്തോട് കൂടിയിട്ട് കുറെ ആളുകൾ ഈ സമൂഹത്തിനകത്ത് നടക്കണം എന്നുള്ളത്
ഞങ്ങളുടെ കൂടി സ്വാമിജിമാരുടെയും സ്വാമിനിമാരുടെ കൂടിയും ആവശ്യമാണ്. അങ്ങനെ ധൈര്യമായിട്ട് അതൊക്കെ ചൊല്ലിപ്പിടിച്ച് മുന്നോട്ട് പോക്കോളൂ എന്ന് അവർ പറയാറുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും സന്തോഷം. എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്, മൈക്ക് കിട്ടിയാൽ ഇത് വെക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് 5 മിനിറ്റ് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കരുതിയിട്ടാണ് ഇവിടെ വന്നത്. വളരെ വളരെ സന്തോഷം. ഈ ആലപ്പുഴയുടെ മണ്ണിലെത്തിയപ്പോ തീർച്ചയായിട്ടും മഹാശിവരാത്രി ദിവസം തന്നെ അല്ലെ, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശങ്കരന്റെ പേരിൽ നമ്മുടെ തന്നെ നാട്ടിൽ നിന്ന് 4 മഠങ്ങൾ സ്ഥാപിച്ച മറ്റൊരു ശങ്കരൻ. നമ്മളെപ്പോഴും മഹാദേവനായിട്ട് ശങ്കരനെ ഓർക്കുമ്പോൾ ആദിശങ്കരനെ, കരടിയിലെ ശങ്കരനെ കൂടി നമ്മുടെ മനസ്സിനകത്തേക്ക് ഓർമ്മ വരും. അങ്ങനെയുള്ള ധാമങ്ങൾ സൃഷ്ടിച്ച ആ ശങ്കരന്റെ മണ്ണിൽ ആലപ്പുഴയില് ഇവിടെ ഈ ദിവസം എനിക്ക് മധുരം ബ്രഹ്മകുമാരീസിലെ തന്നെ ഒരു അമ്മയുടെ കൈകളിൽ നിന്ന് കിട്ടി എന്നുള്ളത് എനിക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുൻപ് തന്നെ ഒരു മധുരമായിട്ട്. കാരണം തെരഞ്ഞെടുപ്പ് അത് അങ്ങനെ നടക്കും അല്ലെ, പക്ഷേ ഈശ്വരീയത, ബന്ധങ്ങൾ, സ്നേഹം അല്ലെ, അതെല്ലാം വളരെ വളരെ വർദ്ധിതമാക്കാൻ വേണ്ടിയിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ എന്നാലും അദ്ദേഹവും എന്റെ വാക്കുകളൊക്കെ സഹിച്ചുകൊണ്ടിവിടെ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരോടും എനിക്ക് സ്നേഹം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേമാതരം. ഓം ശാന്തി. അധർമ്മത്തിന്റെ നേരെ ധർമ്മ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി സിംഹഗർജനം ആവശ്യമാണ്. എവിടെ സിംഹഗർജനം ആവശ്യമുണ്ടോ അല്ലെ, അതിൽ യാതൊരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും അല്ലെ, അത്രയ്ക്കും നമ്മളെല്ലാവരും ശക്തി സ്വരൂപിണികളായ ദുർഗയായി അല്ലെ, കാളിയായി, സരസ്വതിയായി മാറേണ്ടവർ തന്നെയാണ്, ലക്ഷ്മിയായി മാറേണ്ടവർ തന്നെ. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ശാന്തസ്വരൂപം മാത്രമല്ല. ആദരണീയ ശോഭാ സുരേന്ദ്രൻ അവർകൾ ഉത്തരവാദിത്തം ഉയർന്നും വളർന്നും ഉയരങ്ങൾ കീഴടക്കി അല്ലെ, ഉയരങ്ങൾ അല്ലെ, അതായത് ഉയർന്ന പദവിയിലേക്ക് ഇനിയും അല്ലെ, ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുകയാണ്, ഹൃദയത്തിൽ നിന്നും ആശംസിക്കുകയാണ്. ഓം ശാന്തി. ഇപ്പോ ദിശാ സിസ്റ്റർ ഓം ശാന്തി. നമ്മുടെ അരവിന്ദാക്ഷി ഒരു ചിന്തയുണ്ടാവും, എനിക്ക് പൊന്നാടി ഞാൻ എത്ര നാളെ ഇവിടെ വരുന്നുണ്ട്, പൊന്നാടിയുണ്ട്. നമ്മുടെ സുഭാ സഹോദരിയെയും വിശ്വാസിച്ചു പൊന്നാടി അറിയിക്കുന്നു. നമ്മുടെ അർജുനൻ വേദിച്ചു വന്നിരിക്കണം. നമുക്കൊരു കർമ്മയോഗിയായ അർജുനന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളോട് 2 വാക്ക് ശ്രീ അരവിന്ദാക്ഷൻ സംസാരിക്കും. നമ്മുടെ ഈ ശിവരാത്രിയുടെ ഉദ്ഘാടനം ചെയ്ത ആലപ്പുഴയുടെ സ്ഥാനാർത്ഥിയായി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ അവര് പ്രഭാഷണം നടത്തിയ വിശ്വാസം